ലോകമെമ്പാടുമുള്ള നാവികസേനകൾ അവരുടെ ഏറ്റവും വലിയ രഹസ്യമായി കൊണ്ടു നടക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരമേയുള്ളൂ: അന്തർവാഹിനികൾ അഥവാ സബ്മറൈനുകൾ. ശത്രുവിന്റെ റഡാറുകൾക്കോ കണ്ണുകൾക്കോ പിടികൊടുക്കാതെ കടലിനടിയിലൂടെ അദൃശ്യരായി നീങ്ങുന്ന ഈ യുദ്ധതന്ത്രങ്ങളുടെ സാങ്കേതികവിദ്യ ഏറ്റവും അടുത്ത സൗഹൃദ രാഷ്ട്രങ്ങളുമായി പോലും പങ്കുവയ്ക്കാൻ ലോകരാജ്യങ്ങൾ തയ്യാറാകില്ല. എന്നാൽ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലെ സമവാക്യങ്ങളെ പാടെ തിരുത്തിക്കുറിച്ചുകൊണ്ട് ചരിത്രത്തിലാദ്യമായി ചൈനയുടെയും റഷ്യയുടെയും അന്തർവാഹിനികൾ സമുദ്രത്തിനടിയിൽ ഒന്നിച്ച് സംയുക്ത സൈനികാഭ്യാസത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. 2026 ജൂലൈ മാസത്തിൽ കിഴക്കൻ ചൈനയിലെ ഷാൻഡോങ് പ്രവിശ്യയിലുള്ള കിങ്ഡാവോ തീരത്തിന് സമീപമുള്ള യെല്ലോ സീയിൽ അരങ്ങേറിയ ജോയിന്റ് സീ 2026 എന്ന നാവിക അഭ്യാസത്തിലാണ് ലോകത്തെ അമ്പരപ്പിച്ച ഈ നീക്കം നടന്നത്. ബീജിംഗും മോസ്കോയും തമ്മിലുള്ള സൈനിക സഖ്യം കേവലം വാചാടോപങ്ങളിൽ ഒതുങ്ങുന്നതല്ലെന്നും അത് അങ്ങേയറ്റത്തെ സൈനിക വിശ്വാസത്തിന്റെ ഏറ്റവും പുതിയ തലങ്ങളിലേക്ക് കടന്നിരിക്കുന്നു എന്നതിൻ്റെയും കൃത്യമായ സന്ദേശമാണ് ഈ അഭ്യാസം പാശ്ചാത്യ ലോകത്തിന് നൽകുന്നത്. 2012 ചൈനയും റഷ്യയും തങ്ങളുടെ നാവികസേനകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ജോയിന്റ് സീ എന്ന പേരിൽ സംയുക്ത അഭ്യാസങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. ആദ്യകാലങ്ങളിൽ ഇത് സമുദ്രോപരിതലത്തിലുള്ള യുദ്ധക്കപ്പലുകളുടെ ആശയവിനിമയങ്ങളും കടൽ കൊള്ളക്കാരെ നേരിടുന്നതിനായുള്ള ലളിതമായ തന്ത്രങ്ങളും മാത്രമായിരുന്നു പരിശീലിച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടയിൽ ആഗോള രാഷ്ട്രീയത്തിലുണ്ടായ മാറ്റങ്ങൾ ഈ അഭ്യാസങ്ങളുടെ സ്വഭാവം മാറ്റിമറിച്ചു. അമേരിക്കൻ ഉപരോധങ്ങളും നാറ്റോയുടെ കിഴക്കൻ യൂറോപ്പിലേക്കുള്ള വികസനവും റഷ്യയെ കൂടുതൽ ചൈനയോടടുപ്പിച്ചു. തായ്വാൻ വിഷയത്തിലും ദക്ഷിണ ചൈന കടലിലെ തർക്കങ്ങളിലും അമേരിക്ക ചൈനയ്ക്ക് മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്താൻ തുടങ്ങിയതോടെ ഇരു രാജ്യങ്ങൾക്കും ഒരു പൊതുശത്രുവിനെതിരെ ഒന്നിക്കേണ്ട സാഹചര്യം ഉടലെടുത്തു. ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത്തവണ യെല്ലോ സീയിൽ നടന്ന അഭ്യാസം. മുൻകൂട്ടി തയ്യാറാക്കിയ സ്ക്രിപ്റ്റുകളോ നിശ്ചിത പദ്ധതികളോ ഇല്ലാതെയാണ് ഇരു രാജ്യങ്ങളും ഇത്തവണ പരിശീലനം നടത്തിയതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അതായത് യുദ്ധകളത്തിലെ തത്സമയ സാഹചര്യങ്ങൾക്കനുസരിച്ച് രണ്ട് രാജ്യങ്ങളുടെയും സൈനിക കമാൻഡർമാർ സംയുക്തമായി തീരുമാനങ്ങൾ എടുക്കുകയും ആക്രമണ തന്ത്രങ്ങൾ മെനയുകയും ചെയ്തു. രണ്ട് വ്യത്യസ്ത ഭാഷകളും സൈനിക ചിട്ടകളുമുള്ള രാജ്യങ്ങൾ ഇത്തരം തത്സമയ സൈനിക നീക്കങ്ങൾ വിജയകരമായി പൂർത്തിയാക്കുന്നത് അവരുടെ സൈനിക സംയോജനത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു. ഒരു അന്തർവാഹിനിയുടെ ഏറ്റവും വലിയ കരുത്ത് അതിൻ്റെ നിശബ്ദത തന്നെയാണ്. ഓരോ അന്തർവാഹിനിക്കും അതിൻ്റെതായ സവിശേഷമായ ശബ്ദ തരംഗങ്ങൾ അഥവാ അക്കോസ്റ്റിക് സിഗ്നേച്ചറുകളുണ്ട്. മനുഷ്യരുടെ വിരലടയാളം പോലെയാണത്. ഈ ശബ്ദം പിടിച്ചെടുത്താണ് ശത്രുക്കൾ അവയെ സമുദ്രത്തിനടിയിൽ തിരിച്ചറിയുന്നത്. എഞ്ചിന്റെ ശബ്ദം, വെള്ളം മുറിച്ച് കടക്കുമ്പോഴുള്ള പ്രകമ്പനങ്ങൾ, ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന സോണാർ സിഗ്നലുകൾ എന്നിവയൊക്കെ തികഞ്ഞ രഹസ്യമാണ്. ഇത്തരം അതീവ രഹസ്യ വിവരങ്ങൾ പരസ്പരം പങ്കുവെക്കുക വഴി ചൈനയും റഷ്യയും തങ്ങളുടെ പ്രതിരോധ ബന്ധത്തിൽ എന്ത് വിട്ടുവീഴ്ചകൾക്കും തയ്യാറാണെന്ന് കാണിക്കുകയാണ്. സമുദ്രത്തിനടിയിൽ രണ്ട് വ്യത്യസ്ത രാജ്യങ്ങളുടെ അന്തർവാഹിനികൾക്ക് ആശയവിനിമയം നടത്തുക എന്നത് അങ്ങേറ്റം സങ്കീർണമായ ഒരു പ്രക്രിയയാണ്. ജലത്തിന്റെ സാന്ദ്രത, താപനില, ഉപ്പ് എന്നിവയൊക്കെ ശബ്ദ തരംഗങ്ങളുടെ സഞ്ചാരത്തെ ബാധിക്കും. ഈ വെല്ലുവിളികളെയെല്ലാം അതിജീവിച്ച് രണ്ട് രാജ്യങ്ങളുടെയും മുങ്ങിക്കപ്പലുകൾ ഒരേ ലക്ഷ്യസ്ഥാനത്തേക്ക് സംയുക്തമായി ആക്രമണം നടത്തുകയും ഡേറ്റ ലിങ്കുകൾ വഴി വിവരങ്ങൾ കൈമാറുകയും ചെയ്തു എന്നത് നാവിക ചരിത്രത്തിൽ തന്നെ അപൂർവമായ സംഭവമാണ്. രണ്ട് ലോകോത്തര ചെസ് കളിക്കാർ തങ്ങളുടെ ഏറ്റവും രഹസ്യമായ നീക്കങ്ങളും തന്ത്രങ്ങളും പരസ്പരം തുറന്നു കാണിക്കുന്നതിന് തുല്യമാണിത്. ഈ സംയുക്ത സൈനികാഭ്യാസത്തിൽ അണിനിരന്ന അന്തർവാഹിനികൾക്ക് സവിശേഷമായ സാങ്കേതിക തികവാണുള്ളത്. റഷ്യയുടെ അത്യാധുനിക ഇംപ്രൂവ്ഡ് കിലോ ക്ലാസ് വിഭാഗത്തിൽപ്പെട്ട ഉഫ എന്ന അന്തർവാഹിനിയും ചൈന തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത വിഖ്യാതമായ ടൈപ്പ് 039Bയുമാണ് യെല്ലോ സീയിലെ അഭ്യാസത്തിൽ മുഖ്യ പങ്ക് വഹിച്ചത്. പാശ്ചാത്യ നാവികസേനകൾ റഷ്യയുടെ കിലോ ക്ലാസ് അന്തർവാഹിനികളെ സമുദ്രത്തിലെ തമോഗർത്തങ്ങൾ എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത്. ഇവയ്ക്ക് പുറമെ പൊതിഞ്ഞിരിക്കുന്ന പ്രത്യേകതരം റബ്ബർ ടൈലുകൾ ശത്രുക്കളുടെ സോണാർ തരംഗങ്ങളെ ആഗിരണം ചെയ്യുകയും സ്വന്തം എഞ്ചിൻ ശബ്ദത്തെ പുറത്തേക്ക് വിടാതിരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇവയുടെ ശബ്ദരഹിതമായ സഞ്ചാരം കണ്ടെത്തുക എന്നത് അങ്ങേയറ്റം ദുഷ്കരമാണ്. മറുവശത്ത് ചൈനയുടെ ടൈപ്പ് 039B അന്തർവാഹിനികൾ അത്യാധുനിക എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ചവയാണ്. സാധാരണ ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനികൾക്ക് ബാറ്ററികൾ ചാർജ് ചെയ്യാൻ ഇടയ്ക്കിടെ ജലോപരിതലത്തിലേക്ക് വരേണ്ടതുണ്ട്. എന്നാൽ സ്റ്റിർലിംഗ് എഞ്ചിനുകൾ ഉപയോഗിക്കുന്ന AIP സാങ്കേതികവിദ്യ വഴി ചൈനീസ് അന്തർവാഹിനികൾക്ക് ദിവസങ്ങളോളം സമുദ്രോപരിതലത്തിലേക്ക് വരാതെ തന്നെ മുങ്ങിക്കിടക്കാൻ സാധിക്കും. സമുദ്രത്തിനടിയിലെ രക്ഷാപ്രവർത്തനങ്ങൾ, ശത്രുക്കളുടെ അന്തർവാഹിനികളെ തകർക്കുന്നതിനുള്ള ആന്റി സബ്മറൈൻ യുദ്ധമുറകൾ, മിസൈൽ പ്രതിരോധം എന്നിവ വളരെ വിജയകരമായി ഈ അഭ്യാസത്തിൽ പൂർത്തിയാക്കാൻ ഈ രണ്ട് സാങ്കേതിക വിസ്മയങ്ങൾക്കും കഴിഞ്ഞു. ചൈനയുടെയും റഷ്യയുടെയും ഈ സംയുക്ത നീക്കം ഏറ്റവും വലിയ തലവേദന സൃഷ്ടിക്കുന്നത് അമേരിക്കയ്ക്കും അവരുടെ സഖ്യകക്ഷികൾക്കുമാണ്. ഇൻഡോ പസഫിക് മേഖലയിൽ അമേരിക്ക, ജപ്പാൻ, ഓസ്ട്രേലിയ, ഇന്ത്യ എന്നീ രാജ്യങ്ങൾ ഉൾപ്പെട്ട ക്വാഡ് സഖ്യത്തിനും ദക്ഷിണ കൊറിയ പോലെയുള്ള രാജ്യങ്ങൾക്കും ഇതൊരു കനത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. പസഫിക് സമുദ്രത്തിൽ തങ്ങളുടെ നാവിക മേധാവിത്വം പൂർണ്ണമാണെന്ന പാശ്ചാത്യ രാജ്യങ്ങളുടെ വിശ്വാസത്തിനേറ്റ വലിയൊരു പ്രഹരമാണിത്. അമേരിക്കയും ജപ്പാനും ചേർന്ന് പസഫിക് സമുദ്രത്തിൽ ഒന്നാം ദ്വീപ സമൂഹത്തിന് ചുറ്റുമായി ശത്രു അന്തർവാഹിനികളെ കണ്ടെത്താനായി കൂറ്റൻ സെൻസർ ശൃംഖലകൾ സ്ഥാപിച്ചിട്ടുണ്ട്.
റഷ്യയുടെയും ചൈനയുടെയും അത്യാധുനിക അന്തർവാഹിനികൾ സംയുക്തമായി ഈ സുരക്ഷാ വലയങ്ങളെ മറികടക്കാൻ പരിശീലിപ്പിക്കുന്നത് ജപ്പാന്റെയും അമേരിക്കയുടെയും നാവിക താവളങ്ങൾക്ക് നേരിട്ടുള്ള ഭീഷണിയാണ്. ഉപരിതല യുദ്ധക്കപ്പലുകളിൽ നിന്നും മാറി സമുദ്രത്തിന്റെ അദൃശ്യമായ ആഴങ്ങളിലേക്ക് ഈ സഖ്യം വളരുന്നത് ഇൻഡോ പസഫിക് മേഖലയിൽ സായുധ മത്സരത്തിന് ആക്കം കൂട്ടുകയും പുതിയൊരു ശീതയുദ്ധത്തിന് കളമൊരുക്കുകയും ചെയ്യുന്നു എന്ന് സൈനിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആഗോളതലത്തിൽ നടക്കുന്ന ഈ മാറ്റങ്ങൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ നയതന്ത്ര പ്രതിസന്ധികളാണ് സൃഷ്ടിക്കുന്നത്. ഇന്ത്യയുടെ പ്രതിരോധ മേഖല ദശാബ്ദങ്ങളായി ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് റഷ്യയെയാണ്. ഇന്ത്യൻ നാവികസേന ഉപയോഗിക്കുന്ന പല അന്തർവാഹിനികളും, അതായത് മുൻപ് പാട്ടത്തിനെടുത്ത ആണവ അന്തർവാഹിനികളായ ചക്ര ഉൾപ്പെടെ റഷ്യൻ നിർമ്മിതമാണ്. എന്നാൽ റഷ്യ ഇന്ത്യയുടെ പ്രധാന അതിർത്തി ശത്രുവായ ചൈനയുമായി സൈനികമായി ഇത്രത്തോളം അടുക്കുന്നത് സ്വാഭാവികമായും ന്യൂഡൽഹിക്ക് ആശങ്കയുണ്ടാക്കും. പ്രത്യേകിച്ചും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ചൈനീസ് നാവികസേന തങ്ങളുടെ സാന്നിധ്യം കൂടുതൽ ശക്തമാക്കുന്ന ഈ പശ്ചാത്തലത്തിൽ ചൈനയുമായി തങ്ങളുടെ അന്തർവാഹിനികളുടെ രഹസ്യങ്ങൾ വരെ പങ്കുവെക്കാൻ റഷ്യ തയ്യാറാകുന്നു എന്നത് ഭാവിയിൽ റഷ്യൻ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ചൈനയുടെ കൈകളിലെത്തുമോ എന്ന ആശങ്കയും സജീവമാക്കുന്നു. റഷ്യയുമായുള്ള ചരിത്രപരമായ സൗഹൃദം നിലനിർത്തുന്നതിനൊപ്പം തന്നെ സമുദ്ര സുരക്ഷയ്ക്കായി പാശ്ചാത്യ സഖ്യങ്ങളുമായി കൂടുതൽ അടുക്കുക എന്ന ഇരട്ട വെല്ലുവിളിയാണ് ഇന്ത്യക്ക് മുന്നിലുള്ളത്. പ്രതിരോധ മേഖലയിൽ റഷ്യയ്ക്ക് പകരമുള്ള മറ്റ് വിതരണക്കാരെ വേഗത്തിൽ കണ്ടെത്താനും തദ്ദേശീയമായ അന്തർവാഹിനി നിർമ്മാണം ത്വരിതപ്പെടുത്താനും ഈ സാഹചര്യങ്ങൾ ഇന്ത്യയെ പ്രേരിപ്പിക്കും. ജോയിന്റ് സി 2026 നൽകുന്ന സന്ദേശം വളരെ വ്യക്തവും സുതാര്യവുമാണ്. ലോകക്രമം ഇപ്പോൾ പഴയതുപോലെ അമേരിക്കൻ കേന്ദ്രീകൃതമായ ഒരു ഏകധ്രുവ ലോകമല്ല. അമേരിക്കയുടെ സാമ്പത്തിക ഉപരോധങ്ങളും പാശ്ചാത്യ രാജ്യങ്ങളുടെ സൈനിക സമ്മർദ്ദങ്ങളും റഷ്യയെ കൂടുതൽ ചൈനയുടെ അടുത്തേക്ക് എത്തിക്കുകയും പുതിയൊരു ബഹുധ്രുവ സഖ്യത്തിന് രൂപം നൽകുകയും ചെയ്തിരിക്കുന്നുവെന്ന് ഈ അഭ്യാസങ്ങൾ തെളിയിക്കുന്നു. ഭാവിയിലെ വലിയ യുദ്ധങ്ങൾക്കും തന്ത്രങ്ങൾക്കും വേദിയൊരുങ്ങുന്നത് കരയിലോ ആകാശത്തോ മാത്രമല്ല, സാങ്കേതിക വിദ്യയുടെയും രഹസ്യാത്മകതയുടെയും അങ്ങേയറ്റമായ സമുദ്രത്തിന്റെ ഇരുണ്ട ആഴങ്ങളിൽ കൂടിയായിരിക്കും. ഈ കൂട്ടുകെട്ട് ഭാവിയുടെ ഇൻഡോ പസഫിക് സമുദ്ര സുരക്ഷയിൽ ഏത് രീതിയിൽ മാറ്റിമറിക്കും എന്നത് വരും ദശാബ്ദങ്ങളിലെ ഏറ്റവും വലിയ നിർണായകമായ ചോദ്യങ്ങളിലൊന്നായി അവശേഷിക്കുന്നു. ലോകരാജ്യങ്ങൾ തങ്ങളുടെ നാവിക തന്ത്രങ്ങളെ അടിമുടി മാറ്റിയെഴുതാൻ നിർബന്ധിതരാകുന്ന ഒരു പുതിയ സൈനിക യുഗത്തിന്റെ ഉദയമാണിത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.